ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് 5 കുറച്ചതിൻ്റെ 1/6 5 എങ്കിൽ ആ സംഖ്യയുടെ ഇരട്ടി വില എത്ര? അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് 5 കുറച്ചതിൻ്റെ 1/6 5 തന്നിട്ടുണ്ട്. നമുക്ക് ആ സംഖ്യയുടെ ഇരട്ടി വിലയാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സംഖ്യ നമുക്ക് അറിയില്ല. സോ നമ്മൾ സംഖ്യയെ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന പ്രകാരം ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് ആണ് ആ സംഖ്യയെങ്കിൽ അതിൻ്റെ 5 മടങ്ങ് എന്ന് പറയുന്നത് 5x ആയിരിക്കും അല്ലേ? ഇനി തന്നിരിക്കുന്നത് അതിൽ നിന്നും 5 കുറച്ചതിൻ്റെ 1/6 5 കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5xൽ നിന്നും 5 കുറച്ചു -5 എന്ന് വരും. ഓക്കെ, 5x -5 തന്നിരിക്കുന്നത് അതിൽ നിന്നും അതിൻ്റെ 1/6 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1/6 എന്ന് പറയുമ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. അതിൻ്റെ 1/6 എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/6 ആയിരിക്കും അല്ലേ? അത് എന്ന് പറയുന്നത് 5 എന്നാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൽ നിന്നും എക്സ് ആദ്യം തന്നെ കാണാം, അതായത് ആ സംഖ്യ ഏതാണെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. സോ ഇതെന്തായിട്ട് മാറും? 5x -5 എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 6 എന്തായിട്ട് മാറും? 30 മാറും. അപ്പോൾ 5x എന്ന് പറയുന്നത് 30, ഈ -5 അപ്പുറത്തോട്ട് പോകുമ്പോൾ +5 ആവും. അപ്പോൾ 30 + 5 35 ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു 35/5 എന്ന് പറയുന്നത് 7 മാറും. അപ്പോൾ നമുക്ക് ആ സംഖ്യ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ആ സംഖ്യയുടെ ഇരട്ടി വിലയാണ് കാണേണ്ടത്. ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ 7 × 2 ഇസ് ഈക്വൽ ടു 14 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 + 3 ഇൻറ്റു -5 + 7 ഇൻറ്റു 11 + 13. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കാണണം. ഇത് കാണാനായിട്ട് നമുക്കറിയാം ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആദ്യം ബോഡ്മാസ് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് രണ്ടും ആദ്യം തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള എന്തായിട്ട് മാറും? 2 + 3 എന്ന് പറയുന്നത് 5 ആവും. ഇൻറ്റു -5 അതുപോലെ എടുത്ത് എഴുതി +7 ഇൻറ്റു 11 + 3 ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. 11ഉം 13ഉം രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് കിട്ടും. ഇനി ഈ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ മതി. അപ്പോൾ 5 × -5 എന്ന് പറയുന്നത് -25 +7 × 24 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 168 എന്ന് കിട്ടും. ഓക്കെ, 168 -25 എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 143 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.005നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 50 കിട്ടും? അപ്പോൾ നമുക്കറിയില്ല, ഏത് സംഖ്യയാണെന്ന് അറിയില്ല. അപ്പോൾ അവരറിയാത്ത കേസിൽ നമ്മൾ ആ ഒരു സംഖ്യനെ എക്സ് എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 0.005 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 50. തന്നിരിക്കുന്ന പ്രകാരം ഇത്രയും കിട്ടി. ഇനി എക്സിൻ്റെ വില നമുക്ക് കണ്ടാൽ മതിയല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു 50/0.005. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ അറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 005, അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനമാണുള്ളത്. അപ്പോൾ ആ ഒരു ദശാംശം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? എത്ര സ്ഥാനം വരുന്നുണ്ട്? 3 സ്ഥാനം ആയതുകൊണ്ട് 3 0 വരണം. അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ മാത്രം ചെയ്താൽ പോരാ, അതേപോലെ തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്തായിട്ട് മാറും നോക്കാം. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 × 1000 ഡിവൈഡഡ് ബൈ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പോയിൻ്റ് അങ്ങ് പോകും അല്ലേ? പോയിൻ്റ് കളയാനായിട്ടാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ താഴെ പോയിൻ്റ് പോയിട്ട് സംഖ്യ മാത്രമാവും, 5 ആവും. ഇനി നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാമല്ലോ. 50ൽ 10 തവണ പോകും ഇസ് ഈക്വൽ ടു 10000 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കത് ഒഴിവാക്കാം. പെട്ടെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് എത്താം. അറിയാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും വലിയ എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. ഓക്കെ, നമുക്കതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം.
13 ഇൻറ്റു 7/13 മൈനസ് 11/13 ഇൻറ്റു 11/13 ഓൾ ഡിവൈഡഡ് ബൈ 7/13 ഇൻറ്റു 13 മൈനസ് 11/13 ഇൻറ്റു 13. അപ്പോൾ മുകളിലത്തെ എന്തായിട്ട് മാറും? 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് 49 ആവും. അത് നമുക്ക് അങ്ങനെ എടുത്ത് എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 13 13 സ്ക്വയറിന് ജസ്റ്റ് എഴുതി വയ്ക്കാം. മൈനസ് മുകളിൽ എന്തായിട്ട് മാറും? 11 ഇൻറ്റു 11 121 ആണെന്നറിയാം. ഡിവൈഡഡ് ബൈ 13ൻ്റെ സ്ക്വയർ ആവും. ഓൾ ഡിവൈഡഡ് ബൈ താഴെ എന്തായിരിക്കും വരുന്നത്? 7 ഡിവൈഡഡ് ബൈ 13ൻ്റെ സ്ക്വയർ മൈനസ് 11 ഡിവൈഡഡ് ബൈ 13ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനിയുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇനിയിപ്പോൾ ഒട്ടും അറിയാത്തവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ മുകളിൽ താഴെ എന്ന് പറയുന്നത് 13 സ്ക്വയറാണ്, അല്ലെ കോമൺ ആണ്. അപ്പോൾ താഴെ ഛേദം എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് മുകളിലത്തെ മാത്രം അംശം മാത്രം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 121 നിന്നും 49 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 49 നിന്നുമാണ് 121 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് 72 എന്ന് വരും. ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 7 മൈനസ് 11 എന്ന് പറയുമ്പോൾ മൈനസ് 4 എന്ന് വരും. ഡിവൈഡഡ് ബൈ 13ൻ്റെ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഈ 13ൻ്റെ സ്ക്വയറും 13ൻ്റെ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്യും. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്നത് 72 ഡിവൈഡഡ് ബൈ 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 തവണ ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെ പദവും ഏഴാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. ഇതിൽ ആദ്യ പദം 5 ആണെങ്കിൽ ആദ്യത്തെ 22 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? സമാന്തര ശ്രേണി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. nth ടേം എന്ന് പറയുന്നത് n-ാം പദം എന്ന് പറയുന്നത് a+n-1 ഇൻറ്റു d ആണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൂന്നാമത്തെ പദം എന്ന് പറയുമ്പോൾ a പ്ലസ് എന്തായിരിക്കും? 3-1 എന്ന് പറയുമ്പോൾ 2 ആവും. 2d ആയിട്ട് മാറും. ഓക്കെ, ഇനി ഏഴാമത്തെ പദം എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? a പ്ലസ് 6d ആയിട്ട് മാറും, അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് തന്നിട്ടുണ്ട് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 തന്നിട്ടുണ്ട്. അപ്പോൾ a പ്ലസ് 6d എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 12. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എയും ക്യാൻസൽ ചെയ്യാം. 6d മൈനസ് 2d എന്ന് പറയുമ്പോൾ മൈനസ് 4d ഇസ് ഈക്വൽ ടു 12. d എന്ന് പറയുന്നത് 12/4 ഇസ് ഈക്വൽ ടു -3. ഇവിടെ -3 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ 3 ആണ്. 3 ആയിട്ട് തന്നെ എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? നെക്സ്റ്റ് തന്നിട്ടുള്ളത് ആദ്യ പദം 5 ആണെങ്കിൽ ആദ്യത്തെ 22 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാമെന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ 22 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക കാണാനുള്ള ഫോർമുല നമുക്കറിയാം. Sn is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് എന്ന് നമുക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആദ്യത്തെ 22 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n-ൻ്റെ വാല്യൂ 22. അപ്പോൾ 22/2 ഇൻറ്റു 2 ഇൻറ്റു a എന്ന് പറയുന്നത് ആദ്യ പദം 5 എന്ന് തന്നിട്ടുണ്ട്. സോ എൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ n-1 എന്ന് പറയുന്നത് 21 ഇൻറ്റു d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 3 ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ആണ്. സോ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. 22/2 എന്ന് പറയുന്നത് 11 ആയിട്ട് മാറും. 11 ഇൻറ്റു 2 ഇൻറ്റു 5 10 പ്ലസ് 3 6 63. അപ്പോൾ 10ഉം 63ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 73 ഇൻറ്റു 11. ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 308 803 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എക്സാമിന് മുൻപ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.